നാട്ടുകാരുടെ തെറിവിളിക്ക് മുന്നിൽ താരകപ്പെണ്ണിന്റെ തള്ളയ്ക്ക് വിളി ഒന്നുമല്ല. നെട്ടൂർ സതീശനെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശന്റെ ഭാര്യ അസഭ്യം പറയുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഇതുപോലെ തെറികേട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലത്തെ ചീത്തവിളിയാണ് അന്ന് താരകപ്പെണ്ണ് നടത്തിയത്. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന ഈ കേക്കച്ചൻ്റെ, ഈ പാർട്ടിയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ നെട്ടൂർ സതീശൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാതെ എത്രയും വേഗം രാഷ്ട്രീയ വനവാസത്തിന് പോകൂ എന്ന് അപേക്ഷിക്കുന്ന ജനങ്ങളുടെ ആ മുറവിളിയും തെറിവിളിയുമാണ് ഈ പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത്. അവന്റെ അഹങ്കാരത്തിന്, വ്യക്തിപരമായ അഹങ്കാരത്തിന് അവനെ തോൽപ്പിക്കണം. കേരളം മൊത്തം ഇളകി വന്നാലും നിലപാടിൽ മാറ്റമില്ല. എന്താവശ്യം, എന്ത് കാര്യ? ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ഇഷ്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. കാരണം ഈ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമാണ്, വേറെ ലെവലിലല്ല. അവൻ്റെ ആ ഒരു ചെറുപ്പക്കാരെന്നുള്ള പോലെ എന്തോ ഒരു വീഴ്ച വന്ന് അത് അവരങ്ങോട്ട് ക്ഷമിക്കാൻ തയ്യാറാണ്, അവർ മറക്കാൻ തയ്യാറാണ്. ഈ അമേരിക്കയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ബിൽ ക്ലിന്റൺ ഒരു അബദ്ധം പറ്റിയില്ലേ? എന്താണെന്നറിയാമല്ലോ. അമേരിക്കൻ ജനത അത് വലുതാക്കിയില്ല, അമേരിക്കൻ ജനത അതങ്ങ് ക്ഷമിച്ച്. അപ്പം ക്ലിന്റൺ ക്ഷമ ചോദിച്ചു, ഞാൻ അമേരിക്കക്കാരോട് ക്ഷമ ചോദിക്കുന്നത് എൻ്റെ ഭാഗത്ത് വീഴ്ച. ഇല്ലെങ്കിലും ക്ലിന്റനോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത്. ഈ വി ഡി സതീശൻ വരുത്തേച്ച ഇവനെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് അടിച്ച് പിരിയാൻ പോകുന്നത്. കാര്യം ഇവനെ രാഹുൽ മാണ്ഡത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ശരി, സസ്പെൻഡ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്ത് ആ സ്ഥാനം കൊടുത്തായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് തന്നെ അടിച്ച് മാറി ഈ നാമാനുശേഷമായി. കണ്ടോ, ഇപ്പം എല്ലാം ഇപ്പം ആ വി ഡി സതീശൻ്റെ നിമിത്തമാണ്. ഇനിയെങ്കിലും ഇവനെ, ഈ വി ഡി സതീശനെ ഈ കോൺഗ്രസിൽ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്. മുസ്ലിം ലീഗ് പോരാ. കാര്യം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനെ വരട്ടി കാര്യം സാധിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ യുക്തമായ തീരുമാനം എടുക്കുക. കാര്യം ഇപ്പം തന്നെ ജാതിയും മതമൊക്കെ നോക്കി ഇവർ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വോട്ട് കിട്ടത്തില്ല ഇതിനൊന്നും. ഇപ്പം അബിൻ വർക്കിക്ക് അയാൾ ക്രിസ്ത്യാനി ആയിപ്പോയി. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ? ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇപ്പം ഇവിടെ നല്ലപോലെ വർക്ക് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്ത്യാനിയുടെ വോട്ട് മാത്രം മതി എന്ന് പറയണം, അല്ലെങ്കിൽ ഈഴവരുടെ മാത്രം മതി എന്ന് പറയണം എന്ന് പറഞ്ഞ കാര്യമായോ? ഇതിനെല്ലാം കാരണം വി ഡി സതീശൻ ഉത്തരം പറയണം. അയാൾ നിമിത്തമാണ് ഇതിനെല്ലാം കാരണമായത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പം വേണുഗോപാലുമായിട്ട് ഇനി ഒരു വലിയ പ്രശ്നം വരാൻ പോകുകയാണ്. വേണുഗോപാൽ ഇവരെതിരാകും. ഒടുവിൽ ഒരു പാലക്കാമാരെ അടിച്ച് കോൺഗ്രസ്സുകാരന്മാർ ചാകും. അതാണ് വരാൻ പോകുന്നത്. ശരി, എങ്ങനെങ്കിലും പോട്ടെ. നമുക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കോൺഗ്രസ് വരണമെന്ന്. പക്ഷെ അത് പോയി, എന്ത് ചെയ്യാനാ? ഓക്കെ സാറേ, ഈ കേക്കസിനെ പറ്റി എന്തോ പ്രതികരണം. യവന് ചെരുപ്പമാല ഇട്ട് മൂന്ന് കഴുതയെ കൊണ്ടുവന്നിട്ട് മൂന്നവന്മാരെ പിടിച്ച് കയറണം. ഒന്ന് അടുക്കള ഗോപാലിനെ, ഒന്ന് പന്നിതലേനെ, ഒന്ന് ഇവനെ. ചെരുപ്പമാല ഇട്ടിട്ട് യവന്മാരെ നാടയടി അടിക്കണം. അതാണ് വേണ്ടുന്നത്. സാറേ, രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഇവിടെ പാർട്ടി ഉണ്ടാക്കി യവന്മാരെ മൂന്ന് പച്ചക്കാരെ തോപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ അന്തസ്സായിട്ട് അധികാരത്തിൽ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും രാഹുൽ മാങ്കോട്ടത്തിന്റെ, ഷാഫി പറമ്പലിന്റെ, വിഷ്ണുനാഥിന്റെ, ഡി സിദ്ദിഖിന്റെ ഒക്കെ കൂടെയാണ്. ജിന്തോ ജോണാണെങ്കിൽ അടിപൊളി. ഈ സതീശനെ നമ്മുടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ദൂരെ കളഞ്ഞെങ്കിൽ ആരും വോട്ട് കൊടുക്കുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാര്യം അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവരെ നമുക്ക് ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷെങ്കിൽ ഇവരെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി സതീശൻ തലപ്പത്തിരുന്നുകൊണ്ട് വോട്ടിന് തെരഞ്ഞെടുപ്പിന് വരുകയാണെങ്കിൽ ഒരു മനുഷ്യന് വോട്ട് കൊടുക്കുകയില്ല. അത് സത്യമുള്ള കാര്യം. പിന്നെ ഇവൻ കോൺഗ്രസിനെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിച്ചത്. ഇവൻ കോൺഗ്രസിന്റെ അന്തകനല്ലേ ഇവന് എന്നാ പറയണ്ടത്? ഇവന് കോൺഗ്രസിന്റെ അന്തകനല്ല, ഇവൻ കോൺഗ്രസിന്റെ ആരാച്ചാര. ഇവൻ കോൺഗ്രസിനെ ഇപ്പൊ കഴിവുമരത്തിലാണ് കയറ്റിയേക്കുന്നത്. അവന് മരണമണി അടിക്കുന്ന കാണാൻ നോക്കിയിരിക്കുക അവന്. അതായത് ഈ പിണറായി സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ ശക്തമായിട്ട് സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ഇവൻ പാളയത്തിൽ പടയുന്ന അവസരം ഉണ്ടാക്കിയില്ല. പാർട്ടിക്ക് അത് തമ്മിലടി, ബഹളം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ആ മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാരനെ മാറ്റിവെച്ചിട്ട് ഇപ്പൊ ഇവന്മാരുടെ കയ്യാളുകളായിട്ടുള്ള 4-5 പേരെ വെച്ചേക്കുക. എന്നിട്ടും ഇവിടെ കർണാടക കിട്ടുന്നത് കേരളത്തിൽ ഭരിക്കാൻ പറ്റുമോ? യുവമാരെ ഇവിടെ കയറ്റാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ കേരളത്തിൽ കർണാടകക്കാരെന്തിനാ വരുന്നത്? നമ്മുടെ കേരളത്തിൽ ആളില്ലേ? പിന്നെ ഇവൻ എന്താ ചെയ്യുന്നവന്? പിന്നെ ഒരു കാര്യം, പിന്നെ ഇവൻ
രാഹുലിന്റെ പേരിൽ ബോധ്യമായ തെളിവുകൾ അവന്റെ മനസ്സിലുണ്ട് ഉണ്ടെന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനെ ജനം ഇങ്ങനെ വലിച്ചു കീറുന്നുണ്ട്. ഇവൻ കേൾക്കാത്ത തെറിയുണ്ടോ? എന്നാൽ ഇവന്റെ മനസ്സിലിരിക്കുന്നതിന് ആ സത്യം എന്നെ പുറത്തു വിടാതെ. അല്ല, ഇവന്റെ ഈ 3 വർഷത്തിന് മുമ്പ് ഇതുമായിട്ട് ഇരിക്കുവാന്ന് ഇവൻ പറയുന്നത്. അവന്റെ ഈ ബോംബ് അവന്റെ ഉണ്ടകാണോ അവന്റെ ബോംബായിട്ടുള്ളത്? അല്ല, അവന്റെ എന്നെ കൊണ്ടേ അവന്റെ ഒരു കോപ്പുമില്ല. അവൻ എന്നാ പറയണ്ട, ഇവിടെ നമ്മുടെ നാട്ടിലെ പിന്നെ തീയന്മാര്, പിന്നെ കൊടുവാ തീയന്മാരെന്ന് പറയും. ഇവൻ പറഞ്ഞാൽ ഇവനുണ്ടല്ലോ, ഇവനെ ആ കൂട്ടത്തിൽ പോലും പെടുത്താൻ പറ്റത്തില്ല. അത്രയൊരു ദാരിദ്ര്യവാദി അവൻ. നായന്മാരുടെ വില കളയുന്ന ഒരു പിശാചാണ്, വേറെ ഒന്നുമല്ല. അവനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ ഇത്തവണ അവന്റെ മണ്ഡലത്തിൽ നിന്ന് അവൻ ജയിപ്പിക്കുവോ? അവനെ ജനങ്ങൾ ജയിപ്പിക്കുവോ? ഒരിക്കലും ജയിപ്പിക്കത്തില്ല, ജയിപ്പിക്കാൻ പറ്റത്തില്ല. ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു കാര്യം, ഒരു വിഷമമുള്ള കാണുന്നതല്ല. ഇവനിങ്ങനെ ഇതിന്റെ ഫലപ്പെട്ട് നിൽക്കുകയും ചെയ്യും. രാഹുലിനെ എടുക്കുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പം എന്നാ ചെയ്യും? നമ്മുടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം നശിച്ചു പോകുമല്ലോ എന്നുള്ളൊരു വേദന നല്ലപോലെ മനസ്സിലുണ്ട്. അതിനെന്ത് ചെയ്യുമെന്ന് ഓർക്കുന്നത്? കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ഇവനെ തലപ്പെട്ടിരിക്കാൻ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. ഇവന് ഇനിയും കോൺഗ്രസിന്റെ പടിവാതൊക്കെ പോലും വരാൻ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജയിച്ചാൽ ഇവൻ എങ്ങനെങ്കിലും അതിന്റെ തലപ്പത്ത് കയറി ഇവൻ ആളാകും. ഇവൻ ആരെ വെട്ടി നിരത്തിയും ഇവൻ അവിടെ കയറിയിരിക്കും. കയറിയിരിക്കും. അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കാനും പറ്റത്തില്ല. ജയിപ്പിച്ചില്ലെങ്കിൽ ഈ കേരളത്തിലെ കാര്യം അധോഗതി കയറി അധോഗതി തന്നെയായി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അത്തരത്തിലൊരു മാറ്റം രാഹുലിനെ നഷ്ടപ്പെട്ടതിലും നല്ലൊരു പദവി കൊടുത്ത അദ്ദേഹത്തെ തിരികെ എടുത്തില്ലെങ്കിൽ, അതുപോലെ ഈ പാർട്ടിയിലെ മിടുക്കന്മാരായിട്ടുള്ള യുവനേതാക്കന്മാരെ ചേർത്ത് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുവമാരെ അടിപടലം തോപ്പിക്കുക. അപ്രകാരം ഒരു നാടകത്തെ തോൽവി ഇത് ആദ്യത്തെ. സുധീരൻ സാറിന് അയാളെ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാളെ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇവൻ എനിക്ക് അത്രയൊന്നും അറിയത്തില്ലായിരുന്നു. ഈ സുധീരനെയൊക്കെ ഇവൻ ഇങ്ങനെ പച്ചി അടിച്ചിട്ടിരിക്കുകയാണെന്ന്. സുധാകരൻ ഞാൻ പേര് പറഞ്ഞ മാറിപ്പോയതാ. ഈ സുധാകരൻ സാറിനെയൊക്കെ അവരിങ്ങനെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അവരുണ്ടായിരുന്നു അതൊന്നും ഒരിടത്തും വരുന്നില്ലല്ലോ. അപ്പൊ അതിനകത്ത് ഇത്രയും കള്ളതകളി നടത്തിയിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ സാറിന്റെ ഈ ചാനൽ കേട്ടാണ് അതിന്റെ സത്യാവസ്ഥ എല്ലാം കുറെ മനസ്സിലായി വരുന്നത്. അതുകൊണ്ട് എന്നാ പറഞ്ഞു അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നേരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന യുവമാർക്കുള്ള ആദ്യത്തെ വാണിംഗ് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി കഴിയുമ്പോൾ യുവമാർക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അന്നേരമാണെങ്കിലും യുവമാർക്ക് ഈ പറഞ്ഞ നേതൃത്വ മാറ്റത്തിലേക്ക് ഉള്ള ഒരു അവസരം ഉണ്ടാവും. എന്നിട്ടും യുവമാർ മാറിയില്ലെന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവമാരെ നിയമസഭയുടെ പടി കാണിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നത്. കേരള ജനതയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർക്കും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവനെ ഇനി വേറെ ആരെയും ഞാൻ പറഞ്ഞില്ല. ഈ പിന്നെ സതീശനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കി വിട്ടില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗതി കട്ടപ്പുകയായി തീരും. അതെ, ഈ 250 ദിവസത്തേക്കുള്ള നമ്മുടെ മിഷൻ 250 എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ തുടങ്ങിയേക്കുന്ന ഈ 250 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇപ്രകാരം ഒരു സമൂല മാറ്റം ഇവിടെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ്. ജനങ്ങളുടെ മുന്നേറ്റം സാറേ, ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങും. കാരണം എവിടെ വാ പൊളിച്ചാലും ഇവനെ മനുഷ്യന്മാർക്ക് കണ്ണിനും കണ്ണാടിക്കും കാണത്തില്ലാത്തൊരവസ്ഥയായി. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇവനെ കാണത്തില്ലാത്തൊരവസ്ഥയായി പോയി. ഇവന്റെ പേര് പറഞ്ഞ കൊല്ലനായിന്റെ മോനെന്ന് വേണം പറയാൻ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. വേറെ അങ്ങനെ നമുക്കൊക്കെ അങ്ങനെയൊക്കെ പിടിച്ച് പറയാൻ എങ്ങനെ നമുക്ക് ഓർമ്മ, പക്ഷെ മനസ്സിന്റെ വിഷമം കൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നു. സന്തോഷം. ഇത്രയും വൃത്തികെട്ട ഒരു ജന്മമായിട്ട് ഇയാൾ ഇരിക്കുന്നു. ഇയാൾ എന്തിനു കയറിയിരിക്കുന്നു? ഇയാളെ ഇത്രയും ഓടിച്ചിട്ട് ഇയാൾക്ക് നാണല്ലേ കുട്ടിക്ക്? വർക്കത്തിലുള്ള ജന്മം. സാറേ വിളിച്ചതിന് നന്ദി. ഈ ചാനലുകൾ ഇങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നതിന് അത് സത്യാവസ്ഥ ഒരുപാട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് സാറിനെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ സംഭവങ്ങൾ പുറത്തു വിടണം, ജനങ്ങൾ അറിയട്ടെ, ഇവന്റെയൊക്കെ സ്വഭാവം ജനങ്ങൾ അറിയട്ടെ. ആയിക്കോട്ടെ സാർ. സാറിന് ഈ ഭയമില്ല ഇയാളെ ഇത്രയും വലിയ ക്രിമിനൽ ആയിട്ടുള്ള? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. സാമെന്നാ വിളി പേര്. കാരണം ഈ പിന്നെ ഇദ്ദേഹത്തിന് ഇതുപോലെ ഇങ്ങനെ പറയുമ്പോൾ ഭയപ്പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ സതീശനെ പറയുമ്പോഴേ ഭയപ്പാട് സാറിന് തോന്നുന്നില്ലേ? നെട്ടൂരിലെ ഒരു ആഭാസനെ സത്യം പറയാൻ നമ്മൾ എന്തിനു ഭയപ്പെടണം? അവന്റെ കുഞ്ഞമ്മയുടെയാണോ ഈ കേരളം?
ഞാൻ പറഞ്ഞ ഇത്രയും വലിയ ക്രിമിനൽസും എറണാകുളത്തുള്ള ഈ അധോലോകക്കാരും എല്ലാം നിൽക്കുമ്പോഴും സാമ്പത്തികവും ഈ ക്രിമിനൽസ് എല്ലാം കൂടെ ഉള്ളപ്പം അങ്ങനെയുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോന്ന് എനിക്കൊരു ഭയപ്പാട്. അല്ല, അതല്ല, അവന്റെ ക്രിമിനൽസും അല്ല, അവന്റെ ഭാര്യയുടെ മറ്റേ അടുക്കളയെ കൊണ്ട് വെച്ചാൽ മതി. അവൻ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവരാ. നമുക്കൊക്കെ ഇവനെ പേടിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇവൻ വല്ലവന്റെ ഇവൻ വ്യഭിചാരപ്പണി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കുകയും കുറെ കള്ളപ്പണം ഇവന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കള വെച്ചാൽ മതി. അതൊക്കെ കൊണ്ട് നമ്മളത് കൊണ്ട് പേടിക്കുവോ? ഇത്രയൊക്കെ ആവുമ്പോ നമ്മൾ ഭയങ്കര ഇത്രയും അതിബുദ്ധിമാനായ ക്രിമിനൽ ബുദ്ധിയുള്ള ആളുടെ എതിർക്കുമ്പോഴുള്ളൊരു എനിക്കൊരു ഭയപ്പാട്. അല്ലല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഭയപ്പാടുമില്ല. നമ്മൾ സത്യം വിളിച്ചു പറയുവാൻ, നമ്മൾ അന്നും ഇന്നും സത്യം വിളിച്ചു പറയാൻ നമുക്ക് ഒരു ഭയപ്പാടും ഇല്ല. അവന്റെ കയ്യിൽ എത്ര കള്ളപ്പണം ഉണ്ടെങ്കിലും അവനെ സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സത്യം പറയുന്നത് നമുക്ക് ദൈവം തമ്പുരാൻ നമ്മുടെ സൈഡിലുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ ആരുടെ സെക്യൂരിറ്റിയാണ് നമുക്ക് വേണ്ടുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എറണാകുളത്തെ കാര്യങ്ങളൊക്കെ കുറെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മെട്രോയുടെ തൊഴിലാളികളെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൊട്ടേഷൻ എടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാറിന്റെ ചാനലിൽ ഇങ്ങനെ കേട്ടപ്പം ഏത് മാർഗത്തിലും ഇത്രയും കുരുട്ടുബുദ്ധി പിന്നെ സാമ്പത്തികവും ആളുള്ളപ്പോഴത്തേക്കും ആക്റ്റീവല്ല. അതുകൊണ്ട് സാറിനെ ഇവൻ നമുക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും നമ്മളെ നിഴല് പോലെ പിന്തുടരുന്നുണ്ടെന്നും നമ്മളെ ഒരു അവസരം കിട്ടിയാൽ യുവമാര് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും കൃത്യമായ ബോധത്തോടുകൂടി തന്നെ നമ്മൾ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇത് എതിരാളികൾ വരാനിരിക്കുന്നത് ഇപ്പം വരാനിരിക്കുന്ന പുള്ളിക്ക് എതിരാളികൾ വരാൻ അഡ്വാൻസ് ആയിട്ട് അവരെല്ലാം ഇല്ലാതാക്കുന്ന എത്രയും വലിയ ആള് ദീർഘവീക്ഷണത്തോടുകൂടി ഇല്ലാതാക്കുന്ന ഇദ്ദേഹം ഇപ്പൊ പരസ്യമായിട്ട് ഇത്രയും പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് അതെല്ലാം ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇവന് തീരെ വൈരാഗ്യം കാണുമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നത്. അവന് വൈരാഗ്യം കാണാതിരിക്കുവോ? അവൻ ഈ പിറപ്പെല്ലാം കാണിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാ? ആ ലക്ഷ്യം എന്തിനു തടസ്സമാകും? അത് പരസ്യമായിട്ട് നിന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവന് ഏറ്റവും വലിയ ശത്രുത നമ്മളോടായിരിക്കുമല്ലോ. അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചു. അല്ല, ഇതൊന്നും അറിയാതെയോ ഇതൊന്നും ചിന്തിക്കാതെയോ ബോധമില്ലാതെ നമ്മൾ ചെയ്യുന്നതല്ല. ഇതെല്ലാം ഉണ്ടാവും, ഈ ശ്രമങ്ങളെല്ലാം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതുപോലെ ദീർഘവീക്ഷണത്തോട് ഇപ്പൊ തൽക്കാലം ഒരു നേരിട്ടുള്ള വൈരാഗ്യം, നേരിട്ടുള്ള രാഷ്ട്രീയ ലാഭമോ അതൊന്നും ഉള്ളതല്ലല്ലോ. അതിലൊക്കെ മുൻപന്തിയായിട്ട് ഇദ്ദേഹത്തിന് വരുന്ന എതിരാളികളെ മുൻകൂട്ടി ഇല്ലാതാക്കുന്ന ഇത്രയും ക്രിമിനലിസവും ഇത്രയും സാമ്പത്തികമുള്ള ഒരാള്, അത് നിൽക്കാനുള്ളതും അതിനുള്ള എല്ലാ സോഴ്സുകളും ഉള്ള ആള് നമ്മളോട് എതിരി നിൽക്കുമ്പോൾ സാറിനോടൊക്കെ എതിരി നിൽക്കുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള സാറിന്റെ ഒരു ധൈര്യമത്തെ പറ്റി ഞാൻ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അല്ല, നമ്മൾ ഈ പാക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മള് ഓരോ കാര്യത്തിലും ഓരോരുത്തർക്കെതിരെയും നമ്മൾ ആർക്കൊക്കെ എതിരെയാണ് നമ്മൾ വാർത്ത നൽകിയിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ടും അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ നെഞ്ചിൽ കൈവച്ച് പറയുന്ന കാര്യങ്ങളത്. അത് സത്യം. ആ സത്യം പറയുവാൻ നമുക്ക് ഒരു ഭയപ്പാടും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ ഔട്ട്കം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളത് എന്താ പറഞ്ഞ സ്വീകരിക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മീഡിയയിൽ ദീപ്തി മേരി വർഗീസിനെയാണോ ഉദ്ദേശിച്ചെന്നുള്ള ആണോ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞത്? ഇല്ലാതൊന്നും നമ്മൾ ഫോണിൽ കൂടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ. എനിക്ക് തോന്നിയത് എല്ലാം സീക്രട്ട് ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും എൻ്റെ ഒരു എളിയൊരു അഭിപ്രായം, വളരെയധികം സൂക്ഷിക്കുക, വളരെയധികം സൂക്ഷിക്കുക. ഭയപ്പാട് കൊണ്ടല്ല, എനിക്ക് സാറിനെ പറ്റിയുള്ള ഒരു ഭയപ്പാട് കൊണ്ടാണ്. വളരെയധികം കീപ്പ് ചെയ്യുക. അതിനുള്ള ധൈര്യവും ആർജവും ഉണ്ടെന്നറിയാം. അല്ലാതെ ഇങ്ങനെ ഒരു ഇരിയലെന്ന് പറയാം. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. എങ്കിലും ഒരു ചെറിയൊരു അനിയന്റെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. എവിടെ നിന്നായാലും വരുന്നതിനകത്ത് നല്ല നാനാഭാഗത്തുനിന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ വേറെ തന്നോട് താല്പര്യം കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇയാളുടെ താങ്ക് യു. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. സാർ, ഞാൻ പോത്തങ്കോട്ടുന്ന്. എൻ്റെ പേര് ശ്യാമള. പറഞ്ഞു. സാറ് ഒറ്റാൾ പട്ടാളമായിട്ട് നിന്ന് മിഷൻ ദൃഷ്ടിയില് 50 ദിവസം എത്തുന്നതിന് മുമ്പ് രാഹുല് വളരെ ഗർവോടെ ഗാംഭീര്യത്തോടെ പാലക്കാട്ട് എത്തി. അങ്ങനെ അത് പാലക്കാട്ട് എത്തിച്ചതിന് സാറിന് കോടി നമസ്കാരം. സാറിനെ പോലെ ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യങ്ങൾ അറിഞ്ഞതും അതിന് ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തത്. അപ്പോൾ കൂടുതലും സ്ത്രീകളുടെ തന്നെ അഭിപ്രായ പ്രകാരം രാഹുലിനെ വീണ്ടും
തന്റെ മണ്ഡലത്തിൽ ഇറങ്ങാനും പണ്ടത്തതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ, തന്റെ ഇടത്തോടെ, പ്രൗഢിയോടെ പാലക്കാട്ട് വരാനും അന്ന് ആ കുടുംബശ്രീ യോഗത്തിൽ വന്നിട്ട് ആ സംസാരിച്ച സംസാരം തന്നെ വളരെ 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 അഭിമാനാർഹമാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ജനീഷ്, അത് ഓത്തൻ ജനീഷ് ആയിരിക്കും. അവനെ യൂത്ത് പ്രസിഡന്റ് ആക്കി, യൂത്ത് കോൺഗ്രസിന്റെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ VD സതീശൻ പറയുന്നതിനൊത്ത് നിന്നവൻ പാവക്കൂത്ത് കളിക്കുമായിരിക്കും. അതാണ് അവനെ തന്നെ. അല്ലെങ്കിൽ എത്രയോ പ്രഗത്ഭരായ പിള്ളേരന്മാരുണ്ടായിരുന്നു. ആ ഷിൻഡോ ജോണൊക്കെ എത്ര നല്ല ഇതായിരുന്നു. അബിൻ വർക്കി, അങ്ങനെ ആരെല്ലാം ഉണ്ടായിരുന്നു. അവര് ഒന്നും തന്നെ എടുക്കാതെ അവൻ പാടുന്ന പാട്ടിന് ഒത്ത് കൂത്ത് കളിക്കൂ എന്നുള്ളത് കൊണ്ടല്ലേ അവനെ തന്നെ എടുത്തത്. സാരമില്ല, അത് ജനങ്ങൾ വരുന്ന ഇലക്ഷനിൽ ജനങ്ങൾ മറുപടി കൊടുത്തോളും. എന്തായാലും ഇവനെ തൊപ്പിയിടും. ഇവനെ നാണം കെടുത്ത്, ഇവനെ കെട്ടിവെച്ച കാശ് പോലും ഇവന് കൊടുക്കൂല. ഇവനെ പോലുള്ള കുറച്ചു പേർക്ക് കൊടുക്കൂല ജനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് സാറ് മിഷൻ 250, അതായത് 250 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മ പദ്ധതി നമ്മളിപ്പോ ആരംഭിച്ചേക്കുക. അതിനോട് എന്താണ് അഭിപ്രായം? അത് ഇപ്പം സാറ് ഈ മിഷൻ 60 പോലെ ഇപ്പം മിഷൻ 250 ഞാൻ കണ്ടായിരുന്നു. ആ 250 ദിവസങ്ങളിൽ അത്രയും പോണ്ട. അപ്പോഴത്തേക്ക് തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം കോൺഗ്രസ്സിൽ ഇവന്മാര് ഒരു പടുകളവന്മാര് 3-4-5 മുതുകളവന്മാര്, പെയിന്റച്ചന്മാര്, കുറെ കേക്കച്ചന്മാര്, പിന്നെ പുട്ടുതൂങ്ങികളല്ലാതെ ഉള്ളവരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അവരെല്ലാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഒരു ഭാഗത്തേ ഉള്ളൂ. ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇവൻ ഇപ്പൊ ഈ തിടുക്കപ്പെട്ട് രാഹുൽ അവിടെ ഇറങ്ങിയ ഉടൻ തന്നെ ഷാഫിയെ കൊല വിളിക്കാനുള്ള അഡ്വാൻസ് മേടിച്ചും കൊണ്ടല്ലേ ഇവൻ ദുബായിലേക്ക് അങ്ങ് പറന്നത്. ഇവൻ അതിൽ പങ്ക് കാണും സാറേ. ഇവന് പങ്ക് കാണാതിരിക്കില്ല. പിണറായിക്ക് മാത്രമല്ല കാര്യം. പിണറായി 3ാം ഘട്ടത്തിൽ വന്നില്ല എങ്കിൽ പിണറായിയുടെ മോനും മോളും അകത്താവും. ഇനി ഒരു കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ ഇവരകത്താവും. അപ്പൊ അത് അകത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേക്കച്ചനും ഈ മണ്ടതൂങ്ങി പിണറായിയും കൂടെ എടുത്ത ഒരു തീരുമാനം ആയിരിക്കും. അത് പൈസ കൊടുക്കണമെന്ന് മാത്രം ആയിരിക്കൂല. ഇവനെ വീട് കയറി വെട്ടിക്കൊന്നുകളയും പിണറായി. അതൊക്കെ ഭയന്നായിരിക്കും ഇവൻ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു 2-3 പിള്ളേരെയൊക്കെ എടുത്തതെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. പൈസ കൊടുത്താൽ മാത്രം പോരാ, പിണറായി വെട്ടിക്കൊന്നുകളയും. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട് കയറി വെട്ടും. ആ ഭയത്തിലായിരിക്കും ഇവൻ ഷാഫിക്കുള്ള അച്ചാരവും മേടിച്ചും കൊണ്ട് ഇവൻ ദുബൈയിലേക്ക് പറന്നത്. ഷാഫി ഈ വിധമായിട്ടും ഇവൻ വന്നിട്ട് പോലും ഒരു ശക്തമായ പ്രതികരണം ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. പിന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മങ്കൂട്ടം എത്ര വ്യക്തമായിട്ട് ആ പോലീസുകാരനെതിരെ, CIക്കെതിരെ ശക്തമായിട്ട് പറഞ്ഞു. ആ ഓരോ വാക്കിനും എന്ത് ശക്തിയായിരുന്നു. അതുപോലൊരു വാക്ക് പറയാൻ ഒരു പ്രതിപക്ഷ നേതാവായ ഈ മുതുക്ക് ഈ പടുകിളവന്, ഈ പെയിന്റച്ചന്, ചെറുമക്കളെ പ്രായം പോലും ഇല്ലാത്ത പിള്ളേരെ വായിൽ കേക്കും വാരി വെച്ച് തേച്ച് ഇവനിങ്ങനെ നടക്കാൻ പറവൂർ ശാന്ത പറയുന്ന അതൊന്നും പറയാൻ നമ്മളെ ഇന്ന് നിലവാരം നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ സാറ് ശക്തമായിട്ട് തന്നെ നിൽക്കണം. ഈ 250 ദിവസമൊന്നും പോവേണ്ടി വരൂല. ഇപ്പൊ തന്നെ 60 ദിവസം പറഞ്ഞിട്ട് 50 ദിവസം പോലും ആവുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ ശക്തിയോടെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലേ. അപ്പൊ അതുപോലെ 250 ദിവസമൊന്നും പോവേണ്ടി വരൂല. അതിനൊക്കെ മുമ്പ് തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനങ്ങൾ ആവും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതാണ് എന്തായാലും കോൺഗ്രസിനുള്ള ഒരു നല്ല കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് പോയ മുമ്പ് അവർക്ക് ഇല്ലാതിരുന്ന ആ ശക്തിയൊക്കെ ഇപ്പം വളരെ വീറോടും വാശിയോടും ഒക്കെ കൂടി അവർക്ക് കയറി വരാനുള്ള നല്ല ഒരു സന്ദർഭത്തെയാണ് ഇവനായിട്ട് നശിപ്പിച്ചത്. ഇവനെ ഇനി പൊതുജനം എന്ത് പറയാൻ? സാധാരണക്കാരായ ഞങ്ങളൊക്കെ, വീട്ടമ്മമാരായ ഞങ്ങളൊക്കെ ഇനി ഇവനെ കുറിച്ച്, ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മളൊക്കെ എന്ത് പറയാനാണ്?
സാധാരണഗതിയിൽ ഒരു കതറൊക്കെ ഇട്ട് നടക്കുന്ന ഭീകര പിള്ളേർ പോലും ഇവിടെ കതറൊക്കെ ഇട്ട് നടന്ന അവർക്കൊക്കെ നമ്മളൊരു മാന്യത കൊടുക്കാറുണ്ട് അവരുടെ കതറിന്. ഇവനെ അങ്ങനെയൊന്നും ഞങ്ങൾ ആരും കൽപ്പിക്കുന്നില്ല. ഇവനെ നമ്മളൊക്കെ കാണുന്നത് ഒരു നികൃഷ്ട ജീവിയായിട്ടാണ്. മനുഷ്യരിൽ ഇത്രയും തരം താണവരുണ്ട്. അപ്പൊ ഇവൻ ഇത്രയ്ക്കും ഒരു നികൃഷ്ട ജീവിയാണല്ല. ഇവന്റെ വായിന്ന് വീഴുന്നത് തന്നെ മ്ലേച്ഛകരമായ വാക്കുകളാണ്. പക്ഷെ അതൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഈ സാറിന്റെ ഈ IT-യിലൂടെയാണ് നമ്മളെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. അല്ലാതെയൊക്കെ നമുക്ക് എങ്ങനെ അറിയാം കാര്യങ്ങള്? അപ്പൊ ഇങ്ങനെ ജനങ്ങളെ ഇതിനൊരു ബോധം കൊടുത്തതിന് തന്നെ സാറിന് ആദ്യമായിട്ടൊരു ബിഗ് സല്യൂട്ടാണ്. ആരും മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഈ ഒരു കാര്യം അത്ര വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ശബരിമല അയ്യപ്പനെ പോലും ഇപ്പൊ അയ്യപ്പൻ നേരിട്ട് ഇറങ്ങി ഇവിടെ. അന്ന് രാഹുൽ മാങ്കൂട്ടം ഈ പ്രശ്നങ്ങളുടെ നടുവിലും രാഹുൽ മാങ്കൂട്ടം ശബരിമലയിൽ പോയി ആ ഇരുമുടിക്കെട്ടും തലയിൽ വെച്ചും കൊണ്ട് സന്നിധാനത്തിൽ ചെന്ന് അയ്യപ്പനെ തൊഴുന്ന ആ തൊഴല് കണ്ടപ്പോ തന്നെ എനിക്കൊക്കെ ഭയങ്കര മനപ്രയാസമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ അവൻ കണ്ണടച്ച് നിന്ന് തൊഴുന്നു. പക്ഷേ ആ പ്രാർത്ഥന ഈശ്വരൻ ശബരിമല ധർമ്മശാസ്താവ് കേട്ട്. ആ ധർമ്മശാസ്താവ് കേട്ടതിന്റെ പേരിലാണ് ഇപ്പൊ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കണത്. ഷാഫിയെ ഇത്രയും വലിയ ഇനി പോലീസ് ക്രിമിനലാണോ, അതേ ഇനി ജയിലില് കിടന്ന ഗുണ്ടകളെ പോലീസിന്റെ വേഷം കൊടുത്ത് പറഞ്ഞാണ് ഈ മണ്ടക്കടിച്ച് കൊന്നതാണ് എന്നൊന്നും ഒരു തീർപ്പ് വന്നിട്ടില്ലല്ലോ. പക്ഷെ എന്ത് തന്നെയായാലും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നതും ഇനി അതിന്റെ പേരിൽ ഇവന്മാര് പോയി തിഹാർ ജയിലിൽ കിടക്കാൻ പോണതും ഇത് എല്ലാം ആ ശബരിമലയിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ കളി തന്നെയാണ്. അതെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കണത്. എന്തായാലും സാറിന്റെ ജീവനും സ്വത്തും സാറ് സംരക്ഷിച്ചോളണം. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സാർ ഒരു മുൻ കരുതലെടുത്തോളണം. സാറിനെ നശിപ്പിക്കാനും ഇവന്മാര് മടിക്കൂല. കാര്യം ജനങ്ങളെല്ലാം ഇപ്പം ബോധവതികളാണ്. അത് സുനിൽ സാറിന്റെ ITI ചാനലിലൂടെയാണ്. അപ്പൊ എങ്ങനെയും സാറിനെ തകർക്കാൻ നോക്കും. അതുകൊണ്ട് സാറ് എല്ലാ കാര്യത്തിനും ഒരു മുൻകരുതൽ എടുക്കണമെന്ന് കൂടി ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. കൃഷ്ണൻകുട്ടി കാട്ടാക്കട, ഈ കോൺഗ്രസിന് ഇവര് എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആത്മഹത്യയല്ല, ഈ കേക്കച്ചനും കള്ളന്മാരും ഇതിനെ തീയിട്ട് നശിപ്പിച്ചിട്ട് അവന്മാര് രക്ഷപ്പെടാനുള്ള പരിപാടിയാ. അവര് അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇവര് ഈ ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരെല്ലാരും കൂടെ ആത്മഹത്യയിൽ കോൺഗ്രസ്സുകാരെ മൊത്തം കൊണ്ടെത്തിക്കുമെന്നാണ് എന്റെ തീരുമാനം. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കാണുമല്ലോ. കമാൻഡൊക്കെ പോയി, അതൊക്കെ പഴയ ചരിത്രം. ഹൈക്കമാൻഡ് ആയിരുന്നാലും ലോ കമാൻഡ് ആയിരുന്നാലും ഇവർക്ക് ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ ഉള്ള സാഹചര്യത്തിൽ ഒരു പുതിയൊരു നേതൃത്വം ശശി തരൂരോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു പ്രത്യേക ഒരു വ്യക്തി ഒരു നേതൃത്വത്തിലെത്തി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഇപ്പോൾ ഉള്ള മരവാഴകളെല്ലാം പുറത്താക്കി രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അങ്ങനെ യുവതലമുറകളെല്ലാം ഒന്നിച്ചു നിന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോഴുള്ള മരവാഴകൾ മാത്രമാണെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകത്തില്ല. അത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു അറുതി വരണമെന്ന് ഈ നേതൃത്വത്തിലുള്ള എല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനം എടുക്കണം. ഇന്ന് അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ കാട്ടാക്കട എത്തിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണം എന്നും പറഞ്ഞൊരു പരിപാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം അണികളെ സംരക്ഷിക്കാൻ പറ്റാത്ത, നേതാക്കന്മാരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഈ പന്നകളാണോ ക്ഷേത്ര വിശ്വാസ സംരക്ഷണവുമായിട്ട് ഇറങ്ങിയേക്കുന്നത്? അത് പണ്ടല്ലേ ജനങ്ങളൊന്നും അവരെ കൂടെയില്ല. യുവന്മാരുടെ കൂടെ ഒരു ഒറ്റ ജനങ്ങളില്ല. ജനങ്ങൾ മൊത്തം യുവന്മാരെല്ലാം വെറുത്തു കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് ഈ ക്ഷേത്ര സംരക്ഷണ വിളംബരമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ കോലാഹലങ്ങളിൽ ആ ജനങ്ങളില്ലാത്തത്. അത് എല്ലായിടത്തും കാണുന്നുണ്ട്, സകല തലത്തും കാണുന്നുണ്ട്. ഒറ്റ കോൺഗ്രസ്സുകാരായാലും എല്ലാവരും മനസ്സ് മടുത്തു.
ഞാനൊരു പോലെ ഞാൻ ജനിച്ചു വീണത് ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ്. ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പോഴുള്ള ഈ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കാരണം നമുക്ക് ഒന്നിനും ഒരു പ്രവർത്തിക്കാനോ ഒന്നും ചെയ്യാനോ ഒരു താല്പര്യമില്ല. ഇപ്പൊ നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോ ഈ കേക്കച്ചനെ കുറിച്ചൊക്കെ ജനങ്ങൾ പറയുന്നത് എന്താ? ഈ വി ഡി സതീശനെ കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് കേക്കച്ചന് ഒന്നിനും കൊള്ളൂല്ലെന്നേ. ആ കേക്കച്ചൻ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിണറായി വിജയന് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു പട്ടിയാണ്. പിണറായി വിജയന് എല്ലും കഷ്ണവും വാങ്ങിച്ചു തിന്നുകൊണ്ട് പിണറായി വിജയന് മാത്രം വേണ്ടി പോയി കരയ്ക്കുന്ന ഒരു പട്ടി. ബാക്കിയുള്ള ആരെയും അവന് ഒരു നോട്ടവും ഇല്ല, ഒരു കരുതലും ഇല്ല. കോൺഗ്രസ് എങ്ങനെ നശിച്ചാലെന്ത്, കോൺഗ്രസ് എങ്ങനെ പോയാലെന്ത്, അവന് കിട്ടാനുള്ള കോടികൾ കിട്ടി. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന കേക്കച്ചൻ ഇന്ന് എത്ര ശതകോടികളുടെ ഈശ്വരനല്ലേ. അപ്പോൾ അവന് എന്താ, അവൻ കോൺഗ്രസ് നശിച്ചെന്നും പറഞ്ഞ് അവന് ഒരു കുഴപ്പവുമില്ല. ഇവിടെ എല്ലാവരും കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി BJP-യിലേക്ക് പോയാലോ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയാലോ അവര് കേക്കച്ചനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഈ അരമന കുണ്ടനോ ഒന്നും ഒരു കാര്യവുമില്ല. അവരൊന്നും ഇതിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരല്ല. കയ്യിൽ എന്തെങ്കിലും ചിക്കിലി കിട്ടുമെങ്കിൽ ആ ചിക്കിലി വാങ്ങിച്ചുകൊണ്ട് പോക്കറ്റിട്ട് വീട്ടിൽ സുഖമായിട്ട് ചടഞ്ഞുകൂടിയിരിക്കാം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്നവരാണ്. ഈ ഒരു നേതൃത്വം കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു മന്ത്രിസഭ വരും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം പിച്ചക്കാരാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആഭരണമോ നമ്മളെ സ്വത്തോ എന്തെങ്കിലും പണയം വെച്ചാലല്ലേ നമുക്ക് ബാങ്കുകാർ കാശ് തരുള്ളൂ. അതേപോലെ നമ്മളെ തിരിച്ചടച്ചില്ലെങ്കിൽ അവര് നമ്മളെ വസ്തുക്കളെല്ലാം അവര് ബാങ്കുകാർ കണ്ടുകിട്ടും. അതേപോലെ കേരളം മൊത്തം പണയം വെച്ചാണ് ഈ പിണറായി വിജയൻ ഏകദേശം 5 ലക്ഷം 6 ലക്ഷം കോടിയോളം രൂപ കടമെടുത്തിരിക്കുന്നത്. ഇത്രയും പണം ആര് തിരിച്ചടയ്ക്കും? ഈ പണം തിരിച്ചടയ്ക്കാനുള്ള സ്ഥിതി ലോകബാങ്ക് വന്ന് കേരളം മൊത്തം ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഞാനും 10-26 കൊല്ലം അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടാണ് ഒരു വീട് ഉണ്ടാക്കിയത്. ഈ നമ്മുടെ വസ്തുവകളെല്ലാം ലോകബാങ്ക് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം പിച്ചക്കാരാവും. പിച്ചക്കാരായി കഴിഞ്ഞാൽ ഇവിടെ പിച്ച കൊടുക്കാൻ പോലും ഒരു കുഞ്ഞിന്റെ കയ്യിൽ 10 പൈസ ഇല്ലാതാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? അന്യരാജ്യത്ത് പോകേണ്ടി വരും. ആ സ്ഥിതിയിലെത്തും പിണറായി വിജയൻ മൂന്നാമത്തെ പ്രാവശ്യവും അധികാരത്തിലെത്തിയാൽ. അത് ഈ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ കോൺഗ്രസിലെ നേതാക്കന്മാര് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും പിണറായി വിജയന് വേണ്ടി അധികാരം തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഈ കേക്കച്ചനും അരമനക്കുണ്ടനും രമേശ് ചെന്നിത്തലയും അങ്ങനെ കുറെ എണ്ണം അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അച്ചാരം വാങ്ങിയിരിക്കുന്നവരാണ്. അതിനൊരു അറുതി വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പില്, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഒരു നേര ഈ കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടൂല എന്നുണ്ടെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു പാർട്ടി ഉണ്ടാക്കി ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ നോക്കിയാൽ മാത്രമല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇപ്പോഴുള്ള നേതൃത്വവുമായി പോയാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ 10 വാർഡ് പോലും ഒരു 10 പഞ്ചായത്ത് പോലും ഈ കേരളത്തിൽ കിട്ടത്തില്ല കോൺഗ്രസിന്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? അവർക്ക് CPM-നോട് കൂട്ടുകൂടാൻ താല്പര്യമില്ല. അപ്പോൾ മുസ്ലിം ലീഗ് അവരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി അവർ മത്സരിച്ച് അവർക്ക് മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല അങ്ങനെയുള്ള ജില്ലകളിൽ അവർക്ക് അധികാരങ്ങൾ കിട്ടും. ജില്ലാ പഞ്ചായത്തായിരുന്നാലും ശരി, മുനിസിപ്പാലിറ്റി ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ശരി. അല്ലാതെ ഈ കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാവില്ല. യവന്മാരെ കൊണ്ട് കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. കോൺഗ്രസ് നശിച്ച് നാറാണക്കല്ല് പിഴുതെടുക്കും യവന്മാര്. അത്രത്തോളം ഗതികെട്ടിരിക്കുക. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മനസ്സിൽ എന്തുമാത്രം ആഘാതമാണ് യവന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അത് താങ്കളുടെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്, സകല വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് അടിക്കുന്നുണ്ട്. എനിക്കറിയാം താങ്കളുടെ ഒരു ചാനൽ മാത്രമാണ് ഇപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കോൺഗ്രസ്സുകാരുടെ കണ്ണു തുറപ്പിക്കുമെന്നോ തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് ഹൈക്കമാൻഡോ ലോ കമാൻഡോ ആരെങ്കിലും ഇടപെട്ട് ഈ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഒരു ജീവൻ വെപ്പിക്കാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഈ മരവാഴകളെയും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു 5-6 വണ്ടികളും എടുത്തുകൊണ്ട് ക്ഷേത്ര സംരക്ഷണമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് 10 ആൾ പോലും കൂടുന്നില്ല.
എന്തിനാണ് ഈ ജനങ്ങളുടെ ഇടയിൽ യവന്മാർ ഇങ്ങനെ ഇറങ്ങി നാണം കെടുന്നത്? നാണം കെട്ടവന്മാർ എവിടെയെങ്കിലും ഇറങ്ങിയാൽ 10 ആള് കൂടുമോ? നാറ്റം പിടിച്ചവന്മാർ ഇങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ഏൽപ്പിക്കണം. ചുറുചുറു ഇപ്പൊ ഒരു 2-3 മരവാഴകളെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ചുറുചുറുക്കുള്ള തന്റെയിടമുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, അത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ചിട്ട് യവന്മാര് കുറെ മരവാഴകളെ കൊണ്ട് നടക്കുന്നു. എന്ത് ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനിവിടെ പെരുമ്പാവൂരിൽ എന്റെ പേര് എൽദോസ് എന്നാണ്. കേരളത്തിലെ കോൺഗ്രസും നശിച്ചു സാറേ. നശിച്ചു എന്നല്ല, ഇവന്മാർ നശിപ്പിച്ചു. ഈ കേക്കച്ചനോ സംഘം നശിപ്പിച്ചു എന്നാണ് പറയാൻ. നശിപ്പിച്ചു. ഇവര് ഇപ്പൊ പിണറായിനെ ചാരിയിക്കണു, പിണറായി BJP-നെ ചാരിയിക്കണു. ഇനി ഇത് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, ഒരു 3-ാം മുന്നണി മുസ്ലിം ലീഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇവിടെ ആരെങ്കിലും ആണുങ്ങൾ കോൺഗ്രസിലുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്ന് ഒരു 3-ാം മുന്നണി ശക്തമായിട്ട് വരിക. ഇവര് 2 കൂട്ടണമെങ്കിൽ ഇനി അത് മാത്രമേ രക്ഷയുള്ളൂ. അതല്ലാണ്ട്, കാരണം ഇവര് ഈ മുതുകളവന്മാർക്കൊക്കെ ഇവനെ പേടിയാ, രമേശിനെ പേടിയാ. കേക്കച്ചനെ ഈ നാറിയിലേക്ക് ഉണ്ടല്ലോ, കഷ്ടം. ഇത് എന്താ നല്ല അവസരം വന്നതാ കോൺഗ്രസ്സുകാർക്ക്. എന്തോ ഒരു നല്ല അവസരം വന്നു. അത് ചുമ്മാ കളിയല്ലേ ഇപ്പതേ. ഒന്ന് ഇത്രയും ചരിത്രത്തിൽ, ഇത്രയും ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു അവസരം ഇത് എന്തെന്നാണ് കാണിക്കണേ? ഇത് 17,000 വോട്ട് കിട്ടിയ മറ്റേ ചെറുക്കനെ ഇപ്പൊ തെരഞ്ഞെടുത്തേക്കണം. 1,70,70,000 വോട്ട് കിട്ടിയവനെ അവിടെ നിർത്തിക്കൊണ്ട്. ഇത് എന്തിനാത്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകം ഇവര് കീഴ്മേൽ മറച്ച് ഇവര് ഭയങ്കര കൊള്ളക്കാരായിട്ട് മാറി. കൊള്ളക്കാരാണ്. ഇത്തവണ ഒരു കാരണവശാലും നമ്മളൊന്നും കോൺഗ്രസിന് ഇനി ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല. നമ്മളൊക്കെ പഴയ കോൺഗ്രസ്സുകാർ, ഞങ്ങൾ 19 വോട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ വോട്ട് പോലും ചെയ്യില്ല. ഇതിപ്പോ ഒരു 3-ാം മുന്നണി ഉണ്ടല്ലോ, ഈ മുസ്ലിം ലീഗ് വരട്ടെ, മുസ്ലിം ലീഗിന്റെ കൂടെ ആണുങ്ങളായിരിക്കും ഒന്നും ചേർന്ന് അങ്ങനെ ചെയ്യട്ടെ. അതല്ലേ നല്ലത്. അങ്ങനെയൊന്ന് നോക്കട്ടെ. ഇപ്പൊ മുസ്ലിം ലീഗ് എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മാരും പറഞ്ഞു നിൽക്കുക. അമ്മാരും പമ്മി നിൽക്കുക. അല്ല, അവർക്കൊന്ന് സ്ട്രോങ് ആവാം. അവർക്കൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്ന് കുറെ അധികം പേര് അങ്ങനെ പോകാനുണ്ടാവും, ഈ കിളവന്മാരൊഴികെയുള്ള. ഇത് ആരെങ്കിലും ഒരാള് കാര്യം പറയാൻ വേണ്ട. ഈ ഒരാള് ഇവരോടൊന്നും നേരെ എന്നേച്ച് ഒരാള് കാര്യം പറയാൻ വേണ്ടേ? അതെന്താ ഇവരൊന്നും മിണ്ടൂലാത്ത? പാലക്കാട് പേര് പറഞ്ഞു. സാറേ, രാഹുലിന്റെ ഇത് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. പാലക്കാട് രാഹുൽ എത്തിയല്ലോ. രാഹുല് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉദ്ഘാടനം, റോഡ് ഉദ്ഘാടനം. ഞങ്ങളുടെ കുറച്ച് അടുത്തൊക്കെ തന്നെ. പോയിരുന്നോ? ഇല്ലില്ല, പോയിരുന്നില്ല. ഓട്ടോയിൽ പോണോ, കുറച്ച് ദൂരമാണ്. പിന്നെ മണ്ണാഞ്ചേരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വാർഡില്. അത് കുറച്ച് ദൂരമാണ്, അടുത്തടുത്ത് തന്നെ. അതൊരു മരുമകന്റെ ഒരു പരിപാടിയാണ്. മരുമകൻ വാർഡ് കൗൺസിലറാണ്. അവര് വിളിച്ചിട്ട് വന്നതാണ് വള്ളിക്കര സ്കൂളില്. പരിപാടി നല്ല ഉഷാറായിരുന്നല്ലോ. പരിപാടി നല്ല ഉഷാറായി. അതിന് സാറ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ന്യൂസും കേൾക്കും, ഈ സാറിനൊരു ന്യൂസും കേൾക്കും. ഇതാണ് സ്ഥിരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അറിയാന്. എന്ത് പ്രതിപക്ഷ നേതാവാണ്. അവനെ ഇറക്കണം സാറ്, എത്രയും പെട്ടെന്ന് അവനെ ഇറക്കണം. അല്ലെ, ഇവനെ ഇറക്കാൻ വേണ്ടി, ഇവന്റെ മണ്ഡലത്തിൽ തോപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം മിഷൻ 250 250 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ആരംഭിച്ചത്. അതുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ വിളിച്ചത് സാറ്. അത് ആവശ്യമല്ല, എന്ത് തോന്നുന്നു? അതന്നെ, അവനെ ഇറക്കണം സാറ്. അവന് ഫോട്ടോകളിലും അവർക്ക് കാണുമ്പോ അവനെ പിച്ചുമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവനെ നേരിട്ട് കിട്ടിയ ഞങ്ങൾക്ക് അവനെ എന്താ വിളിക്കുക അറിയില്ല, അത്രയും ദേഷ്യമാണ്. ഈ മറ്റേ അവനും അതെ, വേണുഗോപാല്, അവനെ കുറിച്ചിട്ട് ഭയങ്കര ഇതാണ്. അവനും ഈ 3 എഴുത്തുകളും മാറിപ്പോയാൽ തന്നെ ഈ പാർട്ടി ഒന്ന് മെച്ചമാവുള്ളൂ എന്നൊന്ന് തോന്നണം സാർ.
രാഹുൽ സംസാരിക്കണതും അവര് സംസാരിക്കുന്നത് എന്തോ ഒരു വ്യത്യാസം. ഒരു സംസാരം ഒരു ഇതുണ്ടോ? രാഹുലിന്റെ കാഭാവം വരുമോ? ഇപ്പം കമ്പാരിസൺ എങ്ങനെയുണ്ട്? ഇപ്പൊ ഈ രാഹുല് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സമയത്ത് ഇപ്പൊ ഈ പുതിയ കക്ഷികൾ എങ്ങനെയുണ്ട്? അതന്നെ പറയുന്നു സാറേ, രാഹുലിന്റെ കാഭാവം വരുമോ? രാഹുലിനൊക്കെ സതീശനെ ഇറക്കിയിട്ട് രാഹുലിനെ കേൾക്കാൻ പറയും. പ്രതിപക്ഷ നേതാവായിട്ട് ഷാഫി വന്നിട്ട് മുഖ്യമന്ത്രി ആകട്ടെ, മറ്റേ ആള് KPC സ്ഥാനത്തിലും വരട്ടെ, അപ്പോഴാണ് നമ്മുടെ പാർട്ടിയൊന്നും ഉഷാറാവുള്ളൂ. ആ ഷാഫിയെ തനിച്ച് നേരം എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇവനുകള് എന്താ കാട്ടുന്നത്? അത് മൂക്കും പൊട്ടി ഇതായിട്ട് കിടക്കണം. ഇവര് തല്ലോ അടിയായിട്ട് നടക്കണം. എന്ത് പാർട്ടി ആൾക്കാരാണ് സാറേ ഇത്? ഒരു മനുഷ്യന്മാർക്ക് തട്ടി അവർക്ക് വേണ്ടി പ്രതികരിക്കുക, അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യില്ലേ? ഇവരെന്ത് മനുഷ്യന്മാരാണ്? ഇതിനൊക്കെ വിശ്വസിച്ചിട്ട് ഈ ഇതുകൾ ഇങ്ങനെ കടന്ന് പാടുപെടുന്നു. പാർട്ടിക്ക് വേണ്ടി പാടുപെടുന്ന പാവങ്ങള്, അവർക്ക് വേണ്ടി ഒരു ഇതുമില്ല. ഇവൻ രാഹുലിനെ തടുത്തു കഴിഞ്ഞാൽ എന്താ കേസ് വന്നു എന്നൊക്കെ ഇതില് കാണിക്കുന്നു ന്യൂസില്. കാശിൻ്റെത് ഒരു ചെക്കുമില്ല, ഒരു ഇതുമില്ല. അത് അതോടെ പോയി തോന്നുന്നു. അതെ, നമ്മളതാ പറയുന്നത്. ഇവന്മാർക്ക് ഉറപ്പുണ്ടല്ലേ, ഈ പുതിയ നേതാക്കന്മാർക്ക് ഉറപ്പുണ്ടല്ലേ ഷാഫിക്കെതിരെ നടപടി എടുക്കട്ടെ, അമ്മാരെടുക്കട്ടെ, അവർക്ക് ധൈര്യം ഉണ്ടല്ലേ? ആളത്താവുള്ളൂ. ഈ സ്ഥാനത്തിന് ഇന്നൊരു ആളിന്റെ ഒരു ഇത് അവര് കാണുള്ളൂ, ജനങ്ങൾ സ്വീകരിക്കുള്ളൂ. രാഹുൽ ചെയ്യുന്നമാതിരി ചെയ്തിട്ട് അവൻ ഇതാക്കട്ടെ. രാഹുലല്ലേ കൊടുത്തത് അത്രയും പെട്ടെന്ന്. ഇപ്പൊ അവന്റെ ഇത് അതാണ് അവന്റെ കഴിവ് സാറേ. രാഹുലിന്റെ മാതിരി ആരും വരില്ല സാറേ. രാഹുൽ തന്നെ രാഹുൽ. ഞങ്ങൾ എപ്പോഴും അവന്റെ തന്നെ കാണിക്കുള്ളൂ. എന്താവോ എന്നുള്ളത്. ഇങ്ങനെ രാവിലെ ഞങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് അത് കഴിയുന്ന വരെ അത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇത്ര നേരം സാറിന് രാവിലെ ഓൺ ചെയ്താണ്. രാവിലെ പണി 6 മണിക്ക് ഓൺ ചെയ്യും. ഓഫാക്കുമ്പോ നേരാവും. അത്രയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എന്ത് എടുത്ത് ഈ മൂതകങ്ങളിൽ ആട്ടിത്തല്ലി ഓട്ടി വിടണം. എവിടെയെങ്കിലും നാട് കടത്തി വിടായിരുന്നു. എന്റെ ഒരു സണ്ണി പുതുപ്പള്ളിക്കാരൻ ഇന്നലെ കണ്ടു ആ യൂത്ത് കോൺഗ്രസിന്റെ ആ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് ആ അബിൻ വർക്കിക്ക് കിട്ടണ്ടല്ലേ? അത് ഇതെല്ലാം കേസ് കളിക്കുന്നതല്ലേ അല്ലേ? അതെ. ഇത് അവനും അവന്റെ ഭാര്യകളോടെ അവനാ ഭരിക്കുന്നത്. എന്നിട്ട് രാഹുൽ ഇവൻ പറയുന്ന മുഴുവൻ രാഹുൽ ഗാന്ധി കേൾക്കുകയും ചെയ്യും. ഇതാണ് ആ അബിൻ വർക്കിക്ക് കിട്ടേണ്ട കാര്യങ്ങളാ. അല്ല, ഇത്രയും അതായത് ചുമ്മാതിരുന്നിടം ചുണ്ണാമ്പിട്ട് പുണ്ണാക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരു കാര്യമില്ലായിരുന്നു. അല്ല, ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം അവിടുന്നല്ലേ? ഒരു വെറുതെ ആരോപണത്തിന്റെ പേരിൽ ഇവന്മാര് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഇവൻ തന്നെ ഇറക്കിയ ഒരു പെണ്ണിന്റെ ആരോപണത്തിന്റെ പേരിൽ എടുത്ത് മാറ്റി. ഇത്രയും ദിവസങ്ങളായിട്ടും പരാതിക്കാരില്ല, തെളിവില്ല, ഒന്നുമില്ല. എന്തിന്റെ പേരിലാണ് അയാളെ മാറ്റി നിർത്തിയേക്കുന്നത്? ഇവൻ കളിക്കുന്ന വേറെ ആരുമല്ല. ഈ കേസ് കളിക്കുന്ന കേസിക്ക് ഇവിടെ മുഖ്യമന്ത്രിയാണ്. അത്രേ ഉള്ളു കാര്യം. അതേ ഉള്ളു കാര്യം. ഈ കേക്കച്ചനും ഇവനോട് സംയുക്തമായിട്ടല്ലേ ഈ പണികളെല്ലാം നടത്തുന്നത്? അതെ. ഇവിടുത്തെ ഈ രണ്ടെണ്ണത്തിനെയും ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇനി വരുന്ന തവണ ഇവന്മാരെ വിജയിപ്പിക്കുവോ? ഇല്ല, ഞാൻ പറയുന്നത് ഈ VD സതീശനെയും മാറ്റണം, ഈ KC വേണുഗോപാലിനെയും മാറ്റണം. അറിയോ? ഇവന്മാര് കിടന്ന് കളിക്കുന്ന മുഴുവൻ കോൺഗ്രസ് ഇല്ലാതെ വരും. അതായത് കുഴപ്പം. അല്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇവന്മാര് വിശ്വാസ സംരക്ഷണ യാത്രയോ മറ്റെന്തെങ്കിലും യാത്ര നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താ എല്ലാം ചോദിച്ചാൽ കോൺഗ്രസ് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവന്മാരുടെ രണ്ടുപേരുടെയും കാര്യം അല്ലേ? ആ രാഹുൽ മാങ്കൂട്ട് നല്ലൊരു യുവതലമുറ. അതുപോലെ ഷാഫി പറമ്പില്, അതുപോലെ ഈ അബീം വർക്കിയൊക്കെ ചാനലിന്റെ അകത്ത് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ അബീം വർക്കിയെ മാറ്റിയത് ഏറ്റവും വലിയ പരാജയമായി കോൺഗ്രസ്. ഇപ്പൊ എടുത്തവന്മാരെങ്ങനുണ്ട്? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവനെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അവനെ ഒരു ചാനലും കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയത്തില്ല ഇതാരാന്ന്. അറിയാൻ മേല. അവനെ പിടിച്ച് യൂത്തിന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കേണ്ട കാര്യമുണ്ട്. ഈ അബീം വർക്കിയൊക്കെ എന്തുമാത്രം പ്രാവശ്യം അടിയും കൊണ്ട് പിന്നെ ജയിലിലും കിടന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ എന്നെ കളിയാ. അബീം വർക്കി ഞാൻ ക്രിസ്ത്യാനി ആയിക്കൊണ്ടാണോ എന്നെ മാറ്റിയെന്ന് ചോദിച്ചത്? ശരിയല്ലേ? അതെ. അപ്പൊ അത് KC വേണുപോലെ അവൻ കുടുംബത്തിൽ പിറന്നിട്ടുണ്ടോ, അത്യാവശ്യം കാണാൻ കൊള്ളാവനും അത്യാവശ്യം കഴിവുള്ളവനും കൊണ്ട് ഇവനെയൊക്കെ അടുത്ത് നിൽക്കുമ്പോ ഇവന് കോംപ്ലക്സ് ആണ്. അല്ല, ഇവനെ കണ്ട ഒരു ചമ്മന്ത്രവും ഇല്ല ഈ ഇപ്പൊ എടുത്തിരിക്കുന്നവനെ.
അല്ലേ? അല്ല അത് പോട്ടെ, മറ്റേ രൂപഭംഗിയിൽ നിന്നുള്ളത് സാധനം പോട്ടെ, ഒരു കഴിവ് ഏതെങ്കിലും തരത്തിൽ ഇവൻ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തിയതായിട്ടോ ഒരു സമരം നയിച്ചതായിട്ടോ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒരു കാര്യത്തിൽ ഒന്നും കണ്ടിട്ടില്ല. ഈ അടിയും കൊണ്ട് ആ ചെറുക്കൻ അടിയും കൊണ്ട് ജയിലിലും കിടന്ന് എന്തുമാത്രം സമരം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേസ് കളിക്കുക, ഇത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക അവൻ. എനിക്ക് തോന്നുന്നത് അവൻ BJP വല്ലതും കാശ് മേടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നമുക്കൊരു സംശയം വരും ഈ കേസ് കളിക്കുന്ന കളി. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇതുവരെ അല്ല, ഇവന്മാര് രണ്ടും, അതായത് KC കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പണിയെടുക്കുന്നു, കേക്കച്ചൻ ഇവിടെ കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ഇവന്മാർ രണ്ടും സംയുക്തമായിട്ട് രണ്ട് കൂട്ടറിൽ നിന്നും പണം മേടിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമല്ലേ? അതാ എനിക്ക് തോന്നുന്നത് കേസ് കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ രാഹുൽ ഗാന്ധി കയറുന്നത് അതിന് BJP കാശ് മേടിച്ചിട്ടാണോന്ന് എനിക്കൊരു സംശയമുണ്ടത്. നമ്മൾ അത്രയ്ക്ക് അടിയുറച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞത്. സുനിൽ, ആദ്യമായി തന്നെ i2i ചാനലിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങി നടക്കില്ല, അദ്ദേഹത്തെ അതിന് സമ്മതിക്കില്ല, പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് വെറും വാശിയോടും കൂടി CPM-ഉം BJP-യും പോർമുഴക്കിയിരുന്നല്ലോ. ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പാലക്കാട് തല ഉയർത്തി നടക്കുന്നു, ഒരു ഒറ്റ കൊമ്പനെ പോലെ തല ഉയർത്തി നടക്കുന്നു, പൊതുപരിപാടികൾ പങ്കെടുക്കുന്നു. പിന്നീട് വന്ന പരാതി അറിയിക്കാതെ പങ്കെടുക്കുന്നു എന്നായിരുന്നു. നോക്കൂ, ഇപ്പോൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നതിലും വലുപ്പമുള്ള ഫ്ലെക്സ് ബോർഡുകൾ അടിച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് പാലക്കാട് രാഹുൽ തൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണങ്ങൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. തടയാൻ വന്നവരെ എയറിൽ കയറ്റിയാണ് വിട്ടിരിക്കുന്നത്. അതിന് വളരെയധികം പങ്കുവഹിച്ചത് i2i ചാനലിൻ്റെ ന്യൂസുകൾ കണ്ടവർക്ക് ഉണ്ടായ പ്രചോദനമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു കാര്യമാണ് i2i ചാനൽ അതിനു വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിഷനും നടക്കുന്നുണ്ട്. അതും എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു മിഷനായി കേക്കച്ചൻ്റെ തോൽവി ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും CPM-ഉം BJP-യുമായുള്ള രഹസ്യബാന്ധവം കേക്കച്ചൻ നടത്തുന്നു എന്ന കാരണത്താൽ കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ജയിച്ചു കയറാമെന്ന മോഹമാണ് തൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് വീണ്ടും പറയാൻ കേക്കച്ചനെ പ്രേരിപ്പിക്കുന്നത്. കോൺഗ്രസ്സുകാർ ചതിക്കപ്പെടുകയാണെന്നും പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും സമരത്തിന് പോകാനും ഉള്ള ജോലിയിൽ PCC നഷ്ടപ്പെട്ട് നല്ലൊരു ജോലി ലഭിക്കാതിരിക്കുവാനും വിദേശയാത്രകൾ മുടങ്ങാനും സാധാരണക്കാരന് ഒത്തിരി അവസരങ്ങൾ നേതൃപക്ഷം ഉണ്ടാക്കി തരുന്നുണ്ട്. എത്ര കുടുംബങ്ങൾ, മാതാപിതാക്കൾ കണ്ണീരൊഴുക്കുന്നുണ്ട്. കണക്കെടുത്താൽ എത്ര പേജിൽ അത് പേരുകൾ എഴുതി തീർക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അത് കോൺഗ്രസിൻ്റെ എന്നല്ല, ഏതൊരു പാർട്ടിയുടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റേതൊരു പാർട്ടികളെ അപേക്ഷിച്ചും കോൺഗ്രസിലെ അണികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നേതൃത്വം നമ്മളെ രക്ഷിക്കുമെന്നും നമ്മുടെ നേതൃത്വം നല്ലൊരു ഭരണം കിട്ടുമ്പോൾ ഞങ്ങളെ കേസിൽ നിന്നൊക്കെ ഊരി ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്നും
ഞങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണ തരുമെന്നും ഞങ്ങളെ തെരുവിൽ തല്ലിയവരെയും തെരുവിൽ ഞങ്ങളെ ആക്രോശിച്ചവരെയും സ്റ്റേഷനിലിട്ട് ഞങ്ങളെ തല്ലിയവരെയും മറ്റും അധികാരം വെച്ച് തിരിച്ച് അവർക്ക് തക്കതായ പണി കൊടുക്കുമെന്നും വിശ്വസിക്കുന്ന ഒട്ടേറെ അണികൾ കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട്. ഇത് എല്ലാം വെറും വ്യാമോഹമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പോലും ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ചെറിയ പ്രവർത്തനത്തിന് പോലും പോവില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇത് മനസ്സിലാക്കുന്നവർ എന്താണ് ചിന്തിക്കുന്നത്? ഈ പറയുന്ന നേതാക്കളെല്ലാവരും അധികാരം കിട്ടിക്കഴിയുമ്പോൾ അധികാരത്തിൻ്റെ തണലിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായും മറ്റ് അടിസ്ഥാനപരമായും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയും അതിലൂടെ അവരും അവരുടെ കുടുംബവും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ഉയരങ്ങളിലേക്ക് പറക്കുമെന്നും സാധാരണക്കാരനെ കറിവേപ്പില പോലും ആയി കാണാൻ കൂട്ടാക്കാതെ എടുത്തു കളയുമെന്നുമുള്ള വിവരം ഉള്ളവൻ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കില്ല. അതിൻ്റെ മറ്റൊരു കൃത്യമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തെരുവിൽ കിടന്ന് അടികൊള്ളാനും സ്റ്റേഷനിൽ പോയി തല്ലുകൊള്ളാനും മറ്റും എല്ലാ സഹോദരന്മാരും പുറപ്പെടുന്നുണ്ട്. അവരൊന്നും ഓർക്കണം, ഇപ്പോഴത്തെ തലമുതിർന്ന മുൻനിര നേതാക്കന്മാരിൽ ഭൂരിഭാഗവും പേർ അവസരം കിട്ടിയാൽ, അതായത് ഭരണം കിട്ടിയാൽ തൻ്റെ കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നുള്ള ഒരു നയത്തിലേക്ക് മാറുകയും ഇന്ന് നടന്ന സംഭവവികാസങ്ങളെ മറച്ച് അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കണം, അവരുടെ ഉദ്ദേശം പിന്നീട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ ചേർത്ത് പിടിക്കലിലൂടെ അവരുടെ വോട്ട് കൂട്ടുക എന്ന് മാത്രമല്ലാതെ ഈ പാവപ്പെട്ട അണികൾ അന്ന് മുഖം വീർപ്പിച്ച് അന്ന് എനിക്ക് തല്ലുകൊണ്ടത് ഇവർ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയാൽ പോലും മറ്റു വിഭാഗത്തിൽ നിന്നും ശക്തമായി വോട്ടുകളുടെ എണ്ണം കൂട്ടാമെന്നും ഇവരുടെ ഉറച്ച മനസ്സിലിരുപ്പ് വ്യക്തമായും പറയുന്ന അണികൾ വീണ്ടും ചതിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമോ ഷാഫി പറമ്പിലോ മാത്യു കുഴൽനാടനോ ചാണ്ടി ഉമ്മനോ അബിൻ വർക്കിയോ അല്ലെങ്കിൽ ഫിറോസ് ഈ നിരക്കാർ ആര് കയറി വന്നാലും ഇവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് വന്നാൽ അവരെ അതേ നിലപാടിലെടുത്ത് സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്തിനേറെ പറയുന്നു, കേക്കച്ചനാണെങ്കിൽ പോലും ഈ പറയുന്ന ത്രിമൂർത്തികൾ ഒരാൾ പോലും അവരുടെ അധികാര കസേരയെ മറ്റു പാർട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും തുല്യരാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ പാർട്ടികളും കൂടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആശയത്തെ ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. നെറികേട് കാണിച്ചവനെ, MP റോട്ടിൽ തല്ലിയവനെ, വ്യാജ ശബ്ദരേഖ ഉണ്ടാക്കിയവനെ, കൃത്രിമമായി ചാനലുകളിൽ ന്യൂസ് കൊടുത്തവനെ, തെറ്റിദ്ധാരണ പരത്തിയവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാർട്ടിയുടെ അണികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എൻ്റെ നേതാക്കന്മാരെന്നെ സഹായിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും
ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. മറിച്ച് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നാളെ ഞങ്ങളുടെ നേതാക്കൾ ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്ക് തിരിച്ച് പണി കൊടുത്തുകൊള്ളും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുകയും അതിൻ്റെ തണലിൽ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും അതുമൂലം അധികാരത്തിലെത്തുകയും അന്ന് അതിനുശേഷം സ്വന്തം പാർട്ടിക്കാരുടെ ഈ അണികളെ തള്ളിപ്പറയുകയുമാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ ഉറപ്പു നൽകുന്നു. പക്ഷേ താങ്കളുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.